ഇന്ത്യയിലുടനീളം വൈകുണ്ഠ ഏകാദശി വളരെ ഭക്തിയോടെ വൈഷ്ണവ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ആഘോഷിക്കുന്നുണ്ട്. ഭക്തർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും തുളസിയിലകൾ കൊണ്ട് പൂജിക്കുകയും പ്രസാദ പഴങ്ങളും മധുരപലഹാരങ്ങളും സമർപ്പിക്കുകയും ചെയ്യുന്നു. അവർ ദിവസം മുഴുവൻ ഉപവസിക്കുകയും വിഷ്ണു പുരാണം, ശ്രീ വിഷ്ണു സഹസ്രനാമം, നാരായണ കവചം എന്നിവ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ഭക്തർ രാത്രിയിൽ ഉണർന്നിരിക്കുകയും വിഷ്ണു ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭജനകൾ ആലപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അർഹരായ വ്യക്തികൾക്കോ ഭഗവത്ഗീത ദാനം ചെയ്യുന്നതും ഈ ദിവസം നല്ലതാണ്. ഇന്ത്യയിൽ വൈകുണ്ഠ ഏകാദശിക്ക് പേരുകേട്ട ചില ക്ഷേത്രങ്ങളുണ്ട്. ഇന്നേ ദിവസം ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പുണ്യമായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ ശ്രീരംഗത്തിലുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യദിന ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അടുത്തത് ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം തിരുപ്പതിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി. തിരുമലയിലെ വൈകുണ്ഠ ഏകാദശി ആഘോഷം ലോകമെമ്പാടും പ്രസിദ്ധമാണ്. എല്ലാ വർഷവും ധാരാളം ഭക്തന്മാർ തിരുപ്പതിയിലേക്ക് വൈകുണ്ഠ ഏകാദശി ആഘോഷിക്കാൻ എത്താറുണ്ട്. അടുത്ത ക്ഷേത്രം സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രം ഭദ്രാചലമാണ്. ഈ ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി പുറത്തെടുക്കുന്നു. ശ്രീ പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രം ചെന്നൈ. ഇത് പ്രശസ്തമായ ഒരു വിഷ്ണു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ വൈകുണ്ഠ ഏകാദശി ദിവസത്തിൽ നിരവധി ആഘോഷങ്ങളോടെ ആഘോഷിക്കപ്പെടുകയും ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു ക്ഷേത്രം രംഗനാഥ സ്വാമി ക്ഷേത്രം ശ്രീരംഗപട്ടണമാണ്. ഈ ക്ഷേത്രവും വൈകുണ്ഠ ഏകാദശി ആഘോഷങ്ങൾക്ക് പേരുകേട്ടതാണ്. കേരളത്തിലെ ഗുരുവായൂർ, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും സ്വർഗവാതിൽ ഏകാദശി ദിവസം വളരെ സവിശേഷമായാണ് ആചരിക്കുന്നത്.